ഹായ്, ഇന്ന് നമുക്ക് 3D പ്രിൻറ്റിങ്ങിൽ സപ്പോർട്ട് മെറ്റീരിയൽ എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഒരു 3D പ്രിൻ്റർ പാർട്ടാണിത്. ഇത് നമ്മൾ പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന ഈ ഡയറക്ഷനിലാണ്, അതായത് ബിൽഡ് പ്ലേറ്റ് ഇവിടെ വരുന്ന രീതിയിലാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രിൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും സപ്പോർട്ട് മെറ്റീരിയൽ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യുമ്പോഴത്തേനും ഈ പാർട്ട് നമുക്ക് ഇതിവിടെ വരെയാണ് സപ്പോർട്ട് മെറ്റീരിയൽ ചെയ്യുന്നത്. അപ്പോൾ ഈ പാർട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സപ്പോർട്ട് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സപ്പോർട്ട് മെറ്റീരിയൽ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പൊട്ടി വരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതിൻ്റെ വോൾ തിക്നെസ് എല്ലാം കുറച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ പൊട്ടി ഇങ്ങനെ പോരും മെറ്റീരിയൽ. ഓക്കെ, ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ പൊട്ടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ പൊട്ടിച്ച് നമുക്ക് ഇതും കൂടെ ക്ലിയർ ചെയ്യാനുണ്ട്. ഇതുകൂടെ ക്ലിയർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് നല്ല പാർട്ടായിട്ട് ഇത് കിട്ടും. സപ്പോർട്ടാണ് ഇത്. വേറൊരു പാർട്ട് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതും ഈ പാർട്ട് നമ്മൾ ഈ ഓറിയൻറ്റേഷനെ പ്രിൻറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് വരുന്നത് ഇവിടാണ്. ഇതിൻ്റെ സപ്പോർട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ പൊട്ടിച്ച് കളയാൻ പറ്റും. ഇതിങ്ങനെ കൈ കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ ഇത് പോരും. ഉണ്ടോ? അപ്പോൾ ഇതിൻ്റെ സപ്പോർട്ട് മെറ്റീരിയലായിരുന്നു ഇവിടെ. അപ്പോൾ അത് ഇളക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ നോർമൽ പാർട്ടായിട്ട് കിട്ടും. കാരണം നമ്മൾ ഈ ഓറിയൻറ്റേഷനിലാണ് ഇത് പ്രിൻറ്റ് ചെയ്തത്. കാരണം അതിപ്പം ഇത് ഓവർ ഹാങ് ആയതുകൊണ്ട് ഇതിനിവിടെ സപ്പോർട്ട് വേണം. അതേസമയം നമ്മളിങ്ങനെ തിരിച്ച് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന് യൂസ് ചെയ്യുന്ന സപ്പോർട്ട് ഏരിയ വേണ്ടത് കൂടുതൽ ഏരിയ ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഓറിയൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് സപ്പോർട്ട് മെറ്റീരിയൽ മാത്രമേ വരുന്നുള്ളൂ.